നമ്മളിത് രാവിലെ തന്നെ സൈക്ലിങ്ങിന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. സൈക്കിൾ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകുന്ന കാര്യം മഴ ചെയ്തിട്ട് മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോഡ് ബൈക്ക് കൊണ്ട് ഇറങ്ങിയപ്പോൾ 27 കിലോമീറ്ററാണ് ആവറേജ് പിടിച്ചത്. ഇന്ന് അതിൽ കൂടുതൽ പിടിക്കാൻ പറ്റി നമുക്ക് നോക്കുക. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി നിലമ്പൂർ കൺലി പ്ലോട്ടിലെത്തി. ഇന്നിപ്പോൾ റോഡ് ബൈക്ക് എടുത്തപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിടിച്ച ആവറേജിനെക്കാട്ടിലും ഇന്ന് കൂടുതൽ ആവറേജ് പിടിക്കണം. ഇനി നമുക്ക് കൂടുതൽ ആവറേജ് പിടിക്കാൻ പറ്റി. അന്ന് നമ്മൾ ആവറേജ് 27 കിലോമീറ്ററിന്, ഇന്ന് നമുക്ക് 29.5 കിലോമീറ്റർ ആവറേജ് പിടിക്കാൻ പറ്റി. ആവറേജ് എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു മണിക്കൂറിൽ നമ്മൾ ഇതേ സ്പീഡിൽ സൈക്കിൾ ചവിട്ടിയാൽ എത്ര കിലോമീറ്റർ കവർ ചെയ്യും, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. എങ്ങനെ ഇങ്ങനത്തെ ആവറേജ് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനത്തെ ആവറേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നല്ലൊരു സൈക്കിൾ ഉണ്ടായിട്ടും അതിന് കാര്യമില്ല. ഏത് കയറ്റത്തിലാണെങ്കിലും നിരന്ന റോഡിലാണെങ്കിലും സൈക്കിൾ ഏത് ഗിയറിലാണെങ്കിലും സൈക്കിൾ ഒരേ RPM ചവിട്ടാൻ കഴിയണം. അതേപോലെ കയറ്റം കയറിയിട്ട് ഇറങ്ങുമ്പോൾ ടോപ്പ് ഗിയറിലിട്ടിട്ട് കൂടുതൽ RPM കൊടുത്തുകൊണ്ട് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കും. അങ്ങനെയും നമുക്ക് ആവറേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല ആവറേജ് നല്ല RPM കീപ്പ് ചെയ്ത് സൈക്ലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് കൂടുതൽ സമയം കളയാനില്ല, നമുക്ക് റിട്ടേൺ പോയാലോ? അപ്പൊ ഇന്നത്തെ നമ്മൾ മോർണിംഗ് റൈഡ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇന്ന് നമ്മളങ്ങനെ 46 കിലോമീറ്റർ 29 കിലോമീറ്റർ ആവറേജിൽ സൈക്കിൾ ചവിട്ടി പൂർത്തിയായി. കഴിഞ്ഞ റോഡ് ബൈക്ക് സൈക്ലിങ്ങിൽ നമ്മൾ 27 കിലോമീറ്ററാണ് ആവറേജ് പിടിച്ചത്. അത് ഇന്നെങ്ങനെ 29 കിലോമീറ്റർ ഞാൻ ആക്കി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ആയി ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനത്തെ ഹെൽത്തി വീഡിയോസിനായി കൂടെ കൂടിക്കോ.